എല്ലാവർക്കും ഒരു ഹൈ പോയി എന്നാണ് പോകുന്നത്. ബാറ്റിൽ ത്രദേവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 173 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഗുരുവിനെ രക്ഷിച്ചുകൊണ്ട് വന്ന ആ സോളുകളുടെ ചീഫിന് ആണ് കാണിക്കുന്നത്. അയാളുടെ പേരാണ് ഹൊൻമിഷങ്. രക്ഷിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ, അയാളെ കെട്ടിത്തൂക്കി ഇട്ടേക്കുവാണ്. ഷിയോയൻ ബോധ്യമായിട്ട് ഉറപ്പായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഡയറക്റ്റ് ടൗസൻഡിലേക്ക് എത്തിയത്. എന്നാൽ അത് ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല, നമുക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എന്ന് ഒരുത്തൻ പറയുന്നുണ്ട്. അവൻ വൈസ്കാളിന്റെ മാസ്റ്ററാണ്. അവന്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അവനെ നിർത്താൻ ഫാനസ്റ്റർ പൗലിയനെ തടഞ്ഞാൽ മാത്രം പോരാ എന്ന് എന്തോന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അതിനുശേഷം ബേണി ഫ്ലെയിം വാലി അവിടെ ഷിയോയൻ ഹാൾ ഓഫ് സോളിനെതിരായ ആ അലയൻസിന് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിന് ഇൻവിറ്റേഷനായിട്ട് അത് വായിച്ച് നിൽക്കുകയാണ് ഹോയൻ എന്ന ഒരാള്. എന്ത് അലയൻസിന്? അത് ഫാലസ്റ്റർ പൗലിയനുമായിട്ടോ പോകാൻ പറ എന്ന് പറഞ്ഞ് അയാൾക്ക് മുൻപ് നടത്ത എന്തോ ഒരു ഇഞ്ചുറി അത് പറയുന്നുണ്ട്. ഹൂണറിന്റെ അച്ഛൻ എന്ന ഷിയോനെ സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. ഹൂണർ നിർത്തത് എന്ന് പറഞ്ഞിട്ട് ഹൂയിനോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഷിയോൻ 1 സ്റ്റാർ ഡൗസിന്റെ അയാൾ അതേ ലെവലാണ്. അതെ, നമ്മളായിട്ട് നല്ല റിലേഷനാണ് എന്ന് പറയുമ്പോൾ കാണാനൊക്കെ എങ്ങനെ ഇവളെ മാരേജ് ചെയ്യൂ എന്നെ സമ്മതിക്കാം. അത് കേട്ട് അവൾക്ക് എന്താ പോലെ അവളുടെ അച്ഛൻ നമ്മളിത് സമ്മതിച്ചാൽ അയാളുടെ ഇഞ്ചുറി മാറി തരും. അതിന് പറ്റില്ല എങ്കിലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് എന്ന് പറഞ്ഞ് ഷിയോൻ അവിടെ എത്തി. അവനാണ് ഷിയോൻ ഫാലസ്റ്റർ പൗലിയനിൽ നിന്നാണ് എന്ന് പറയുകയാണ്. അവളുടെ അച്ഛൻ അതിനെ കണ്ടിട്ട് നല്ലവണ്ണം നോക്കി കൊള്ളാം, അലയൻസിന്റെ പേപ്പർ കൊടുത്തിട്ട് നമ്മൾ അലയൻസ് ആകാൻ സമ്മതിച്ചു. അത് കേട്ട് അവർക്ക് ഹാപ്പിയായി. ഷിയോയിൻ നന്ദി പറയുന്നുണ്ട്. അയാളുടെ ഒരു പവർ എടുത്തിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട് എന്ന് എല്ലാവരും അറിയണം. അവരോട് നമ്മൾ ഫാലസ്റ്റർ പൗലിയിലേക്ക് എത്തിക്കോളാം. അവര് ഹാപ്പി ആയിട്ട് പോവാണ്. അതിനുശേഷം ഫ്ലവർ സിറ്റി അവിടെ സോൾ ഹാളിന്റെ പെട്ടെന്നുള്ള അറ്റാക്ക് അത് അവരുടെ ഉള്ള എല്ലാവർക്കും നല്ലവണ്ണം പരിക്ക് പറ്റിയിരുന്നു. അവിടെ ഫോർമേഷൻ ഇല്ലാതായിരുന്നു. അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ഫോർമേഷൻ സെറ്റ് ആകണം. അവരുടനെ തിരിച്ചു വരും. അതിനു മുൻപ് പെട്ടെന്ന് തന്നെ റിക്കവർ ആകാനായിട്ട് പറയുന്നുണ്ട്. അവർ പോകെ മാസ്റ്റർ വന്ന കാര്യം തിരക്കിയ അവരുടെ സുപ്രീം എൽഡർ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിട്ടുള്ളൂ എന്ന് പറയുകയാണ്. മാസ്റ്റർ അവർക്ക് പിൽസ് കൊടുത്ത് റിക്കവർ ആകാൻ പറഞ്ഞു. അവർ നന്ദി പറയുമ്പോൾ നന്ദിയോ എന്തിന്? ഫാലസ്റ്റർ പൗലിന്റെ അലയൻസ് ആയത് കൊണ്ടാണ് അവർ വന്ന് അറ്റാക്ക് ചെയ്തത്. ഈ വോയിസ് മാസ്റ്ററിന് അറിയാവുന്ന ആരുമായിരുന്നു. അങ്ങോട്ടാ പറഞ്ഞ സുപ്രീം എൽഡർ മറ്റു എൽഡേഴ്സും വന്ന് ഫെറിഷിങ് എന്നാണ് ആ പെണ്ണിന്റെ പേര്. ടൗസൻഡ് ലെവലാണ്. മാസ്റ്റർ ഫെറിഷിങ്ങും പരസ്പരം കണ്ടു. അവർക്കിടയിൽ എന്തോ ഉണ്ടായിരുന്നു. യൊനിഷിനോട് ഇവിടെ പെട്ടെന്നെല്ലാം റെഡിയാക്കി ഗസ്റ്റ് വന്ന് ചിരിക്കും. അവരവിടെ നിന്ന് പോകുന്നു. മാസ്റ്ററിനെ റെസ്പെക്ട് ചെയ്ത് പോയി. അവര് പോയപ്പോൾ ഫെറിഷിങ്ങിനോട് നിന്റെ ദേഷ്യത്തിന് ഒരു മാറ്റമില്ലല്ലോ, അതിന് തിരിച്ച് ഈ അറ്റാക്ക് നിങ്ങളായിട്ട് അലയൻസ് ആയതിനാണ്. ഇനിയും ഫ്ലവർ സെറ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. മാസ്റ്റർ അപ്പോൾ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. സോൾ ഹാളിന്റെ മെത്തേഡ് വളരെ ക്രൂവലാണ്. അവർ ഇനിയും വരും. ഫെറിഷിങ് അതിന് ഇപ്പൊ നമ്മൾ അലയൻസ് ആയിട്ട് വലിയ പ്രശ്നമില്ല, നമുക്കുണ്ടായാൽ മാസ്റ്റർ അപ്പോൾ സ്പിരിറ്റ് ക്ലാന് ഒരു ട്രേസ് പോലും ഇല്ലാതെ കാണാതായി. അതിന് കാരണം സോൾ ഹാള് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ചേർന്ന ഓരോ മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് കേട്ടെന്ന് ആലോചിച്ചിട്ട് 3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ വന്നാൽ സമ്മതിച്ചു, വന്നില്ലേ ഇങ്ങനെ ഒരു കാര്യമൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. നീ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലായി മാസ്റ്റർ. അതിനുശേഷം ഷിയോൻ ബേണി ഫ്ലെയിം വാലി അലയാക്കാൻ സമ്മതിച്ചു. പിൽസ് പഗോഡയും ഫ്ലവർ സെക്റ്റിനെയും ഇനി അറിയാനുണ്ട്. അവർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. മാസ്റ്റർ അപ്പോൾ ഫ്ലവർ സെക്റ്റ് അത് സോൾ ഹാളിന്റെ ഒരു അറ്റാക്ക് നടന്ന അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് പിൽസ് പഗോഡ. അവർ സോൾ ഹാളിനെ ഡീപ്പായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുമെന്നതാണ്. അങ്ങനെ മാത്രമേ നിൽക്കാൻ കഴിയൂ. ഒരു ലെറ്റർ കൂടി അയക്കാന്ന് പറയുമ്പോൾ ഇല്ല, ഷിയോനെ കൊണ്ട് നേരിട്ട് തന്നെ ഞാൻ പോകാം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷം പിൽസ് പഗോഡയിലേക്ക് എത്തി. ഒരുപാട് നാളായിട്ട് അതിന്റെ വിറ്റാലിറ്റി അതുപോലെ തന്നെ ഉണ്ട്. സംഭവം പിൽസ് പഗോഡയിലെ കോർ എന്ന് പറയുന്ന സ്മാൾ പിൽസ് പഗോഡ എന്നതുകൊണ്ട് അവിടെയുള്ള കൗൺസിലേഴ്സിനെ സമ്മതിപ്പിക്കണം. അതാണ് ടാസ്ക്. അവരുടെ വോട്ട് ഇതിനനുസരിച്ചാണ് അവിടെയുള്ള 3 കിങ്സായ അവർ സമ്മതിക്കുക തന്നെ ചെയ്യുന്നത്. അത് മറ്റ് സെക്റ്റിനെ പോലെയല്ല. അവർ പേഴ്സണലായിട്ട് ഒരു കാര്യത്തിന് ഇതുവരെ വന്നിട്ടില്ല. MD ആയിട്ട് പോകേണ്ടി വരും. ഷിയോനെ കേട്ടിട്ട് എത്ര തന്നെ പാടായാലും ഏറ്റവും മാക്സിമം ഞാൻ നോക്കും. അത് കേട്ട് നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ചുവാൻ വരികയാണ്. കൂടെ മറ്റാളുണ്ട്. യാവോച്ചൻ നീ റിക്കവറായിട്ട് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നതിന് അവിടെയുള്ള കൗൺസിലേഴ്സിന് ഇഷ്ടമാകില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ പിൽസ് പഗോഡയായിട്ട് മുൻപ് വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ അവർക്ക് 3 വോട്ട് മാത്രമാണ് ഉള്ളത്. 8 കൗൺസിലേഴ്സ് ഉണ്ട്. അതിന്റെ പകുതി പോലും ഇല്ല. സപ്പോർട്ടാകാനിരുന്ന 4ാമത്തെ ഉണ്ടായിരുന്ന ആള് എന്നാൽ അവരുടെ ആൻസിസ്റ്റർ നാട് ചുറ്റാൻ പോയി, ഒരു വിവരമില്ല. അതുകൊണ്ട് തന്നെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പം 3 ഡേയ്സിന് ശേഷം പുതിയ എൽഡറിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ആ തിരഞ്ഞെടുക്കുക ആൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതിന് കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് തന്നെ ഓൾഡ് മാൻ ഹൂ എന്ന ഒരാളാണ്. അയാൾ എൽഡറായ ഉറപ്പായും അത് എതിർക്കുക തന്നെ ചെയ്യും. യാവച്ചനായിട്ട് അയാൾക്ക് പ്രശ്നമുണ്ട്. പണ്ട് മുതലേ പണ്ട് മത്സരിച്ചപ്പോൾ സോളോ ജൻസാൻസിന്റെ മെത്തേഡ് യൂസ് ചെയ്ത് ജയിച്ചു. എന്നാൽ ഇപ്പോഴും അത് ഇല്ലീഗലായ മെത്തേഡാണ് എന്ന് കരുതിയാണ് ഉള്ളത്. അവൾ മാസ്റ്ററിന് മത്സരിക്കാൻ കഴിയില്ലെന്ന് യാവച്ചൻ പിൽസ് പഗോഡയിൽ നിന്ന് ലെഫ്റ്റായി. ഇനി തിരിച്ചു കയറാൻ പറ്റില്ല. അവൾ അങ്ങോട്ട് ശുവാനി വരികയാണ്. യാവച്ചനെ പറ്റില്ലെങ്കിൽ എന്താ ഷിയുവിനെ പറ്റും. അവർ പരസ്പരം അങ്ങനെ കുറെ നാൾക്ക് ശേഷം കാണുകയാണ്. ശുവാനപ്പോൾ
നീ പോയതിന് ശേഷം നിന്നെക്കുറിച്ചുള്ള ന്യൂസ് തരികയായിരുന്നു അവള് മിണ്ടത്തിരുന്ന് എനിക്ക് മ്യൂട്ട് ചെയ്യും. ഷിയോൻ പിൽസ് പഗോഡയിലെ ചാമ്പ്യനാണ്, അതുകൊണ്ട് തന്നെ അവന് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ കഴിയും. അത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഓൾഡ് മാൻ ഹൂ നയൻകളയുടെ പിൻലൈറ്റനിങ് ഉണ്ടാക്കാനാണ് പോകുന്നത്. നിനക്ക് പറ്റോ? അവൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവനോട് ബാഡ്ജ് കുത്തി വേണം വരാൻ, ഇല്ലെങ്കിൽ ജഡ്ജ് ചെയ്യും ബാക്കിയുള്ളവർ. അവർ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയി ശിവാനി മാസ്റ്റർ എന്ന് ഹാപ്പി ആയിട്ട് കണ്ടിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശിവൻ പിന്നെ ലെവൽ 8 ബാഡ്ജ് വെച്ച് മാസ്റ്റർ ഇന്റർഫേസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് ആ പറഞ്ഞ ഓൾഡ് മാൻ ഹൂ വരുന്നത്. പിറകെ കുറച്ച് പേര് കൊണ്ട് പിൽസ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എല്ലാം റിജക്റ്റ് ചെയ്യുക. അവരെ വഴക്ക് പറയുമ്പോൾ ശിവൻ അവൻ്റെ ഒരു പിൽസ് കൊടുത്ത് പേടിപ്പിക്കുന്നോടാ കള്ളപ്പന്നി. അത് നോക്കിയിട്ട് ഇത് കുഴപ്പമില്ലല്ലോ എന്ന അകത്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്, ഇത് ശരിയല്ല. അപ്പോഴാണ് മാസ്റ്റർ കാര്യം പറഞ്ഞു വരുന്നത്. കണ്ടപടെ യാവോച്ച നീയോ? അപ്പൊ നിന്റെ ഡിസിപ്ലിൻ ആണോ ഇവ? ചുമ്മാ അല്ല, നീ സോൾ ഹാളിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ, നിനക്ക് ലൈഫും ഉണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ശിവന് ഇതെന്താ ഇങ്ങനെ എന്ന പോലെ മാസ്റ്റർ അതിന് അയാളുടെ നേച്ചറാണ് കാണിച്ചേ. ഓൾഡ് ഹൂ എന്ന് വിളിച്ചാൽ മതി നീ, അയാൾ അല്ലാതെ പാവമാണ്. ഓൾഡ് ഹൂ അപ്പോൾ ഈ ന്യൂ സ്മാൾ പിൽസ് പഗോഡയിൽ നിന്ന് ലെഫ്റ്റ് ആയതിനു ശേഷം തിരിച്ചു വരുമെന്ന് കരുതിയില്ല. ഞാൻ നാച്ചുറലായിട്ട് വന്ന് കാണാൻ വന്നതാ. അതിന് ഓൾഡ് മാൻ ഹൂ എനിക്കറിയാം, സ്മാൾ പിൽസ് പഗോഡയിലെ എൽഡർ കൗൺസിലിൽ സീറ്റിന് വേണ്ടിയല്ലേ നീ വന്നേ. ആ സീറ്റിന് വേണ്ടി ഞാൻ ആഗ്രഹം എനിക്കില്ലായിരുന്നു, എന്നാൽ നീ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിനി വേണം. എൻ്റെ കഴിവിനെ കാണിക്കും, നമുക്കവിടെ കാണാം എന്നൊക്കെ പറഞ്ഞു പോയി. അല്ല ഞാനാണ് എന്ന് പറയാൻ പോലും ശിവൻ നിൽക്കുന്നതിന് പോയി. മാസ്റ്റർ അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അയാൾ അത്ര മോശമായ ക്യാരക്ടറല്ല. അതിനുശേഷം അവർ പോവുകയാണ്. ഇത്രയും സ്ട്രോങ് ആയ പിൽസിന് ഇൻഗ്രീഡിയൻസ് ഉള്ള സ്ഥലം, അതിന് കാരണം സ്മാൾ പിൽസ് ടവർ എന്നതിന് കോറാണ്. അങ്ങനെ ആ പ്ലേസ് എത്തി. അങ്ങോട്ട് പ്രധാനപ്പെട്ട എല്ലാവരും വന്നിരുന്ന അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തു. ഷിയോനെ അവരെ കണ്ട് മിക്കവാറും ഉള്ളവർ ലെവലേറ്റ് ആയവരാണ്. അതിൽ ഒരാളുടെ ഓറ അതുമാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാസ്റ്റർ ബോ അതാണ് സ്മാൾ പിൽസ് പഗോഡയിലെ ഗ്രേറ്റ് എൽഡർ ലിൻഡോ. സെയിൻറ്റ് 2 സ്റ്റാറാണ്. അയാൾ ഒരുപാട് നാളായിട്ടുണ്ട്. ഞാൻ പോലും അയാളുടെ ജൂനിയറാണ്. എൽഡർ ലിന്ന് പറയാനായിട്ട് തുടങ്ങി. നിങ്ങൾ എന്ത് മുൻപും കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് റൂൾസ് എല്ലാം അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് പോകുന്നില്ല. എല്ലാ പിൽസിനകത്തും പിൽസിനുള്ളതും ഇവിടെ ഉണ്ട്. ഹൈ ലെവൽ പിൽസ് ഉണ്ടാകുന്ന ആളാണ് ചെയ്യുന്നത്. അവിടെ അത് പറയുമ്പോൾ ഓൾഡ് ഹൂ യാവോച്ച നിന്നെ തോൽപ്പിക്കും, വേറെ റൗട്ടില്ലേ പാർട്ടിസിപ്പൻസ് മുന്നോട്ട് വരാനായിട്ട് പറയാണ്. ഫസ്റ്റ് തന്നെ ഓൾഡ് ഹൂ വന്ന് നിൽക്കുന്നു. യാവച്ചൻ വാടാ, ഷിയാൻ മാസ്റ്ററിനോട് ഞാൻ പോയിട്ട് വരാം. അവനും വന്ന് നിന്നു. യാവച്ചന്റെ ഡിസിപ്ലിൻ അവിടെ ഉള്ളവർ എങ്ങായി ഒരുത്തനും എന്നൊക്കെ സംസാരമായി. ഷിയോൻ പിൽസ് പഗോഡ ചാമ്പ്യനാണ്, അവനെ മത്സരിക്കാൻ കഴിയും എന്ന് പറയുകയാണ് എൽഡർ ലിന്ന്. മാസ്റ്റർ ശിവാനിന്റെ അടുത്ത് പോയി നിന്നു. ഓൾഡ് ഹൂ അവനോട് ഇത് എൽഡർ സീറ്റിനുള്ളതാണ്, നോർമൽ മത്സരമല്ല, യഥാർത്ഥ പിൽസാർട്സ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ റെഡിയായി. മാസ്റ്ററിനോട് മനസ്സിൽ ഞാൻ ഉറപ്പായും ചെയ്യും എന്ന് പറയുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.